നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന തേങ്ങയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ പറമ്പുകളിൽ വളർന്നു വരുന്ന കേരവൃക്ഷത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നുള്ള തേങ്ങ. നമ്മുടെയൊക്കെ ഓരോ പറമ്പുകളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മേടിച്ചുകൊണ്ട് പോകാറില്ലേ, കിലോയ്ക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും മില്ലിലേക്കല്ലേ പോകുന്നുണ്ടാവുക, എന്നിട്ടത് ആട്ടി വെളിച്ചെണ്ണയാക്കി നമുക്ക് തന്നെ വിൽക്കും അല്ലേ, അങ്ങനല്ലേ? പക്ഷേ ഈ സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ സ്ഥലം തമിഴ്നാടാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ഒരു രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്താൽ, ഒരു ലോറി ഒരു രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്താൽ മാത്രം എത്തുന്ന ദൂരത്തിലുള്ള തമിഴ്നാടാണ്. ഇവിടേക്കാണ് നമ്മുടെ പറമ്പുകളിലെ നമ്മുടെ വീടുകളിലെ തെങ്ങിലുണ്ടാവുന്ന തേങ്ങ ലോറിയിൽ കൊണ്ടുവരുന്നത്. എന്തിന്? എൻ്റെ ചെറിയ പ്രായത്തിൽ വീട്ടിലുണ്ടായിരുന്ന കൃഷി നെല്ലും തെങ്ങുമായിരുന്നു പ്രധാനമായിട്ടും. തെങ്ങിന് വെള്ളമൊഴിക്കൽ, കൊപ്ര ഉണ്ടാക്കൽ, കൊപ്ര വെയിലത്ത് വെച്ച് ഉണക്കൽ മുതൽ എല്ലാ പ്രോസസ്സിലും ഞാൻ അമ്മാവന്മാരുടെയും ഇളയപ്പൻ്റെയൊക്കെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി, ലോറികളിൽ തേങ്ങ ഈ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു ലോറിയുടെ പുറകെ തുടങ്ങിയ യാത്രയാണിത്. ഒരു സിനിമയിൽ ജഗതിയാന്ന് തോന്നുന്നു പറയുന്നത്, കേരളത്തിൻ്റെ തേങ്ങ. അങ്ങനെ കേരളത്തിൻ്റെ തേങ്ങയും കൊണ്ടുവന്ന് 20,000 കിലോ തേങ്ങ കയറ്റിയ വണ്ടിയാണിത്. ഇതിവിടെ വെറുതെ രസത്തിന് വെച്ചതല്ല, അതൊരു വെയ് ബ്രിഡ്ജാണ്. അവിടെ തൂക്കണമല്ലോ ഇത്. ഈ ക്രയവിക്രയം നടത്തുമ്പോൾ തൂക്കണം. 20,000 കിലോ അപ്രോക്സിമേറ്റ് കാണും. ഇതിൻ്റെ ഡ്രൈവറെ കിട്ടുമെന്ന് നോക്കാം, എവിടെയാണാവോ. ഇത് തേങ്ങ ഇറക്കിയ വണ്ടിയാ. ഇതാണ് തൂക്കുന്ന പരിപാടി. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലോറി അതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. എത്ര കിലോ ഉണ്ട് അല്ലെങ്കിൽ എത്ര കിൻഡലുണ്ട് അത്ര. മനുഷ്യനിത് എവിടെ പോയി കിടക്കണം? ഇത് എപ്പോ വന്നതാ? ഇന്നുണ്ടെന്നാണോ? മിനിഞ്ഞാന്ന് വന്നു. ഇന്ന് രാവിലെ. മിനിഞ്ഞാന്ന് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നു. എവിടെ നിന്ന് നിങ്ങൾ വന്നേ? കാസർഗോഡ്. നിങ്ങൾ ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ സീസൺ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് അടിക്കുന്നത്. അല്ല, ഞാൻ ഈ കൊല്ലം മാത്രം ആദ്യമായിട്ട് ചെയ്യണോ? അല്ലല്ല, എല്ലാ കൊല്ലം ചെയ്യുന്നുണ്ട്. എത്ര കൊല്ലായി? 5-6 കൊല്ലായി. 5-6. നിങ്ങൾ വീട് കാസർഗോഡാ? അല്ല, കണ്ണൂര്. കണ്ണൂര്. പച്ച തേങ്ങ ഒടിച്ച തേങ്ങ അവിടുന്ന് കയറ്റിയ റെഗുലറായിട്ട് ഒരു 10-15 വണ്ടി ഡെയിലി ലോഡാകുന്ന സ്ഥലമാണ്. 10-15 വണ്ടി ഇതുപോലത്തെ? ഇതിപ്പോൾ ഞാൻ ഇറക്കി വന്നതാ. ഇത് അവിടുന്ന് തന്നെ വന്നതാ വണ്ടിയാ ഇതുപോലത്തെ. ഇതേപോലത്തെ 20,000-ന്റെ 15 വണ്ടി എന്ന് പറയുമ്പോൾ അത് 2-3 ലക്ഷം കിലോ ആയില്ലേ? ആയിട്ടുണ്ടാവും. ഇവിടുന്ന് കൊപ്ര കൊണ്ടുപോകാറുണ്ടോ? കൊപ്ര ഇവിടുന്ന് നമുക്ക് അധികം കിട്ടില്ല. തമിഴ്നാട് വണ്ടിക്കാണ് കൊപ്ര കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൊപ്ര തമിഴ്നാട് വണ്ടി കയറിയിട്ട് പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കേരളത്തിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിലേക്ക് വരുന്നുണ്ടാവും. ഇപ്പം ഇങ്ങനത്തെ ഒരു വണ്ടി അവിടുന്ന് ഇവിടെ വരെ ഓടാൻ എത്ര പൈസ വേണം? നമുക്ക് ടണ്ണ് വാടകയാണ്. ഒരു ടണ്ണിന് ഇത്ര പൈസ എന്നുള്ളത് 1,500, 1,350 അങ്ങനെ. അപ്പോൾ ഇത് 20 ടൺ. 20 ടണ്ണ്. അപ്പോൾ ഏകദേശം 28,000 രൂപ. ചിരട്ടയുടെ ആള് എന്നോട് പറഞ്ഞത്, കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ചിരട്ട കൊണ്ട് വണ്ടി വാടക കൊടുക്കാൻ പറ്റേണ്ടതല്ലേ? അന്വേഷിക്കണം. ഇന്ന് തിരിച്ചു പോവോ? ഇന്ന് ലോഡൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും നിലവിലെന്തെങ്കിലും ലോഡായി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. സ്വന്തം വണ്ടിയാ? സ്വന്തം വണ്ടി. അപ്പോൾ ശരി, പലപ്പോഴും നാട്ടിൽ വെച്ച് കാണാം. നല്ല പരിചയമുണ്ട് നമ്മളെ നാട്ടിലെവിടെയെങ്കിലും കണ്ടു. ഈ ചിരട്ട അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇത്രയും ചെറിയ സ്ഥലത്ത് 40 ചിരട്ട കമ്പനികളുണ്ട്. കേരളത്തിൽ എത്ര ചിരട്ട കമ്പനികളുണ്ട്? 5-10. ചിരട്ടയുടെ വിലയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മുടെ ലോറി പോയി. ഇപ്പോൾ മൂപ്പരുടെയാണ് ഈ വേപ്പിച്ചത്. നിങ്ങളുടെ പേര്? ജഗന്നാഥൻ. എவ்வளோ നാളാச்சு? இது ஒரு 12 வருஷம் ஆச்சு. 12 வருஷம் ஆச்சு. இங்கே மெயின் லோடு தேங்காயா? இல்லை, தேங்காய் தான். ரைஸ் மில்லும் இங்கே இருக்குங்க. இருந்தாலும் தேங்காய் தான் மெயின் தொழில். தேங்காய் தான் மெயின். இது எங்கேருந்து வருது? இது கேரளாவிலேருந்து வருதுங்க. மேக்ஸிமம் வருது. கர்நாடகா அந்த மாதிரி எல்லாம் கிடைக்கும். தெற்கு தமிழ்நாட்டில் பார்த்தீங்கன்னா தேனி அந்த மாதிரி. இங்கே பட்டுக்கோட்டை ஏரியாவில் பார்த்தீங்கன்னா பேராவூரணி, பட்டுக்கோட்டை அந்த சைட்லேருந்து தஞ்சாவூர் ஏரியாவிலேருந்து வரும். டெய்லி எவ்வளோ லோடு வரும்? டெய்லி ஒரு 20-25 லோடு வருங்க தேங்காய். ஓகே. இது உங்களோட ஊரா? சொந்த ஊர். தேங்க்ஸுங்க.
ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടന്നാൽ ചിലപ്പോൾ തടി കേടാവും എന്നും അങ്ങേര് പറഞ്ഞു കേട്ടോ. പലരും ഈ സ്ഥലത്ത് കാണാൻ പറ്റി, ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. പക്ഷെ അപ്പോഴാണ് വിശന്നത്. വിശപ്പ് വളരെ മുഖ്യം. അത് കഴിഞ്ഞിട്ട് തേങ്ങ. ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്, നമുക്ക് അങ്ങനെ തുടങ്ങാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യം കാര്യം മനസ്സിലാവും. ഫെഡറൽ ബാങ്ക് 2010 മറ്റോ ഇവിടെ ഇപ്പോൾ കണ്ട ഒരാൾ പറഞ്ഞതാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അത്രേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടന്ന ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് അതായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ ഈ കാണുന്ന സ്ഥലം തന്നെ ഒരു ചെറിയൊരു സ്ഥലം. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു മേജർ ടൗണിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഈവൻ ഒരു പയ്യന്നൂരിൻ്റെ അത്ര പോലും ഇല്ല ഇത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ, NRIs ഉള്ള ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നു കേട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ബാങ്ക് ഫെഡറൽ ബാങ്കാണല്ലോ. 2010 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പീക്കിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയത്. ഇപ്പോഴും അതിൻ്റെ പീക്കിൽ തന്നെയാണ്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കേരളത്തിലെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ട് ഇവിടേക്ക് ഫെഡറൽ ബാങ്ക് ഒരു ശാഖ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള കൊപ്ര കേരളത്തിൽ മേടിക്കാൻ കിട്ടില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ല, അന്നും ഇത് തന്നെയാണ് അവസ്ഥ. ആള് പറഞ്ഞതാണ്, അവിടെയുള്ള നാട്ടിലെ കൊപ്ര വ്യാപാരികൾ ഒരു ഗതിയില്ലാതെ നാട്ടിൽ നിന്ന് കൊപ്ര കിട്ടാത്തതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്നു എന്ന് അറിഞ്ഞിട്ട് നാട്ടിലൊരു ഫെഡറൽ ബാങ്കിൽ എവിടെയെങ്കിലും അക്കൗണ്ട് തുടങ്ങി ആ പൈസ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് അത് മാനേജ് ചെയ്യുന്നതാണ് ഇത്ര ഇത്. അതുപോലെ ഇവിടെ കൂലി കിട്ടുന്ന പൈസയില്ലേ, ഒരാഴ്ച ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും പണിയെടുത്താൽ നൈസായിട്ട് 25,000 to 30,000 കൂലി മാത്രം കിട്ടും. അതിന് പുറമെ തേങ്ങ ഇറക്കുന്നതിൻ്റെ അതിൽ ഇത് കുറേ അങ്ങനെ ഇങ്ങനെയുള്ള അവകാശപ്പെട്ട പണങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ ചിലവും കഴിയും. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ എല്ലാ ചിലവും കഴിഞ്ഞ് ഒരു മാസം ബാക്കിയാണ്. ഈ പൈസ അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? വീട്ടിൽ തലവേണ്ടിൽ വെച്ചിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പുറത്തുള്ള ആളുകൾ, ഇപ്പോൾ തമിഴ്നാട്ടുകാർ തന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് വന്നവരാണ്. കാരണം ഇവിടെ അങ്ങനെ തമിഴ്നാട്ടുകാർ മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ കുറവാണ്. പുറത്തുനിന്ന് വന്നവർ, കർണാടകത്തിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ ഇവിടെ പോകണം. എന്നിട്ട് അവർക്ക് വിടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങാ ചട്നി ഗംഭീരമായിരുന്നു, കാരണം കംപ്ലീറ്റ് തേങ്ങ ഇവിടെ ആണല്ലോ. തേങ്ങാ ചട്നി ശരിക്കും ടേസ്റ്റ് വേണം. ചുണ്ണാക്ക് ചട്നിയാണ്. ചക്കലാക്കുന്ന കൊപ്പറിൻ്റെ ചുണ്ണാക്കെടുത്തിട്ട് അതാണ് ശരിക്കും ചട്നി. ചട്നി ശരിക്കും വേറൊരാൾ കഴിക്കുന്ന കാണുമ്പോൾ നമ്മൾ വേറെ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തോന്നിയത് കഴിക്കാൻ. ബാക്ക് ടു കേരളത്തിൻ്റെ തേങ്ങ. എന്തുകൊണ്ട് കാങ്കയം, എന്തുകൊണ്ട് പോണ്ടിച്ചേരി അല്ല, എന്തുകൊണ്ട് പൊള്ളാച്ചിയല്ല, എന്തുകൊണ്ട് കാങ്കയം എന്ന് ചോദിച്ചാൽ ഒട്ടുക്കത്തെ വെയിലാണ് ഇവിടെ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ മഴ പെയ്ത സ്ഥലമാണ്. ഫുൾ ഡ്രൈ ആയിപ്പോൾ ഓൾറെഡി. ഇന്നിപ്പോൾ രാവിലെ 10:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ ഈ വെയില് കൊപ്രയിലുള്ള മോയ്സ്ചർ കണ്ടന്റ് എല്ലാം എടുത്തോളും. മോയ്സ്ചർ കണ്ടന്റ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നല്ല കൊപ്രയും നല്ല എണ്ണയും കിട്ടും. 2, നല്ല തുറന്ന സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ കൊപ്രക്കളങ്ങൾക്ക് സ്ഥലമുണ്ട്. ചേട്ടാ നമസ്കാരം, എന്താ പേര്? ദിലീപ്. ചേട്ടൻ ഈ ലോഡ് എവിടെ നിന്ന് കൊണ്ടുവന്നേ? വടകര. മൊത്തം തേങ്ങയല്ലേ? ഒരു 10-20 ടൺ കാണുമോ? 22 ടൺ ഉണ്ട്. എവിടെ നിന്നൊക്കെ എടുക്കാറുണ്ട് കേരളത്തിൽ നിന്ന്? കാഞ്ഞങ്ങാട് തൊട്ട് തിരൂർ വരെ എടുത്തുകൊണ്ട് വരും. മൂപ്പര് വെയ് ബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ചെറിയ പ്രദേശത്ത് 400ഓളം വെയ് ബ്രിഡ്ജുകളുണ്ട്. പണ്ട് വാളയാറ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിന്റെ പകുതിയിൽ വല്ല 4-1 വെയ് ബ്രിഡ്ജുകൾ. വല്ലാത്തൊരു ലോകമാണിത്. ഒരുപാട് പേര് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നു. ബേസിക് ആയിട്ടുള്ള ജോലി മുതൽ വലിയ വലിയ ജോലികൾ വരെ എല്ലാവരും ഒരു IPS കാരനേക്കാളും IAS കാരനേക്കാളും കൂടുതൽ കാശുണ്ടാക്കുന്നു. ഹാപ്പി, അധ്വാനിക്കുന്നു, ജീവിക്കുന്നു. अमीना किधर से? कलकत्ता से. कितने साल हो गए इधर? अभी 5 साल हो गया. 5 साल हो गया. इधर का काम कैसा है? अच्छा है. कितना पैसे मिलेगा? 1000 का 300 रुपया मिलता है. हाँ, अच्छा काम है. फैमिली किधर है? सब लोग बच्चा लोग खेलने के लिए गया. हाँ, इधर ही है. हाँ, इधर ही है. सब लोग इधर ही है. इधर ही है. ഞാൻ ജനിച്ചു വളർന്ന കാലം മുതൽ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ തെങ്ങും പറമ്പുകൾ,
കൃഷി, വേനൽക്കാലത്ത് തെങ്ങിന് വെള്ളം ഒഴിക്കുന്നത്, തേങ്ങ വെട്ടുന്നത് എല്ലാം. എൻ്റെ അച്ഛനും അമ്മയും ജനിച്ച കാലം മുതൽ അവരും ഇത് കാണുന്നുണ്ട്. അപ്പം തലമുറകളായിട്ട് കൃഷി ചെയ്യുന്ന, തേങ്ങ കൃഷി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. എൻ്റെ അമ്മയും അച്ഛനും നമ്മുടെ നാട്ടിൽ നിന്ന് തേങ്ങ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് മില്ലുകളിലേക്ക് കൊപ്രയായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതിൻ്റെ ഇടയിൽ ചിരട്ടയുടെ കണക്ക് കിട്ടി. ഒരു ടണ്ണിൽ നിന്ന് 260 കിലോ ചിരട്ട കിട്ടും. 1 കിലോ ചിരട്ടയ്ക്ക് 10 രൂപയാണ്. ഒരു ടൺ 260, അപ്പോൾ 10 ടൺ 2600, 20 ടൺ 5200, 52,000 രൂപ. ലോറി വാടക എത്ര? എൻ്റെ പകുതി പോലും ഇല്ല. ആഹാ, അപ്പോൾ ഇവിടെ വന്ന് ചിരട്ട വ്യാപാരം ചെയ്താൽ പോലും ഓക്കെ. കേരളത്തിലുള്ള ചിരട്ട കമ്പനികളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാങ്ക എന്ന് പറഞ്ഞ 10 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പ് ആർക്കും ഇരുന്ന ഗ്രാമത്തിൽ 15 കൂടുതൽ പെട്രോൾ പമ്പ് ഉണ്ട്. ഇട്ടാവട്ടത്തിൽ എല്ലാ ബാങ്കുകളുടെയും ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. 10-400 വെയിങ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. 1500 കളങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഒരു തവണയെങ്കിലും വരാത്ത ലോറി ഡ്രൈവർമാർ സൗത്ത് ഇന്ത്യയിൽ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഇല്ലാത്തൊരു സാധനമുണ്ട്, ആശുപത്രികൾ. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലോ ഒരു കോർപ്പറേഷനിലുള്ളത്ര, ഒരു പഞ്ചായത്തിലുള്ളത്ര ആശുപത്രി പോലും ഇത്രയും സ്ഥലത്ത് ഇത്രയും ആളുകളുടെ ഇടയിലില്ല. കാരണം അസുഖങ്ങളില്ല, ബ്രോയിലർ കോഴിയില്ല, നല്ല സാധനങ്ങളെ കഴിക്കുള്ളൂ. ഒരു കൃത്യമായിട്ട് അറിയാൻ പരിപാടി എന്താണ്. കൈകൊണ്ട് തൊടാതെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കൊപ്ര എടുക്കുന്ന പരിപാടിയില്ലേ, ഇത് വെട്ടുന്നത്, കൊപ്ര എടുക്കുന്നത്, ഇതിന് തൽക്കാലം ടെക്നോളജി ഒന്നും ഇല്ല കൈ കൊണ്ട് തൊടാതെ എടുക്കുന്നത്. പക്ഷേ ഇത് കൊപ്ര ആയിക്കഴിഞ്ഞാൽ മില്ലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് തൊടേണ്ട കാര്യമില്ല. ബോട്ടിലിംഗ് വരെ ഓട്ടോമാറ്റിക് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള തേങ്ങ വാങ്ങിച്ച് കാങ്കയത്ത് കൊണ്ടുവന്ന് വെട്ടി ഉണക്കി കൊപ്രയാക്കി അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. അതിനാണ് ഈ കൂട്. എന്തിനാണെന്നറിയാം? സാധാ കൊപ്ര കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ കൊപ്രയ്ക്ക് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ. കൊപ്രയുടെ ആയുസ് കൂട്ടുന്ന പരിപാടിയാണ് അടുത്തത്. ആ കൊട്ടയ്ക്കകത്തുള്ള ഈ പാത്രത്തിൽ കെമിക്കലുകൾ ചേർത്ത് പുകയിട്ടങ്ങ് മൂടിയാൽ കൊപ്ര ഇങ്ങനെ ചുവന്ന് തുടുത്ത് വരും. അതിൻ്റെ കളികളിലേക്ക് സെക്കൻഡ് പാർട്ടിൽ.